ഗ്രീൻ എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിംഗ് റെഗുലേഷനാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ, നോട്ട് അപ്ലിക്കബിലിറ്റി, ഈ ആക്ട് അപ്ലൈ ചെയ്യാത്ത ഏരിയകൾ അല്ലെങ്കിൽ ബാങ്കുകൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ആക്ട്, ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മുമ്പ് പല എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്ന പേരിലാണ് ഈ ആക്ട് ആദ്യം വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആക്ടിൻ്റെ ആദ്യത്തെ പേര് ഒറിജിനലി എനാക്റ്റഡ് ആസ് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949. 16th മാർച്ച് 1949 അത് എനാക്ട്മെൻറ്റ് ചെയ്യുന്നത്, എനാക്റ്റഡ് ചെയ്യുന്നത്. 16 മാർച്ച് 1949 ആദ്യത്തെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു. 1966 ഫസ്റ്റ് മാർച്ചിന് ഇത് റീനെയിം ചെയ്യുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1914 എന്ന പേരിൽ. ആദ്യം വന്ന ബാങ്കിങ് കമ്പനീസ് ആക്ടിനെ 1966 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് റീനെയിം ചെയ്യുന്നു. അതിൻ്റെ ഇയറും പ്രധാനമാണ്, 1966 ഫസ്റ്റ് മാർച്ചിന്. ഇതെന്തുകൊണ്ട് റീനെയിം ചെയ്ത് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ആക്ട് ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് കമ്പനികൾക്കുള്ളതായിരുന്നു. ബാങ്കിങ് കമ്പനികൾക്ക് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കൊന്നും അതിൽ ഉൾപ്പെടില്ലായിരുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലുള്ള സ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 1966 അതിൻ്റെ പേര് മാറ്റുന്നത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന പേരിലേക്ക് അത് മാറ്റുന്നത്. അപ്പോൾ ആ പോയിൻ്റ് ഓർത്ത് വെക്കുക. കോപ്പറേറ്റീവ് ബാങ്കുകളെയൊക്കെ ഉൾപ്പെടുത്താനാണ് ഈ ഒരു റീനെയിം ചെയ്തത്. ഇയർ പ്രധാനമാണ്. പക്ഷേ ഓക്കെ, ആർ ബി ഐക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ പറയാൻ പറ്റും, ഈ ആക്ട് ആർ ബി ഐക്ക് കുറച്ച് അധികാരങ്ങൾ നൽകുന്നുണ്ട്, പവർ നൽകുന്നുണ്ട്. ആ പവർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഒന്ന്, സൂപ്പർവൈസ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ബോർഡ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബാങ്ക്സ്. മറ്റൊന്ന്, ടു ലേ ഡൗൺ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓഡിറ്റ്സ്, ടു കൺട്രോൾ മെർജർ, ലിക്വിഡേഷൻ ആൻഡ് മൊറട്ടോറിയം, ടു പ്രൊവൈഡ് directives on banking policy, impose penalty, to regulate operation of bank തുടങ്ങിയ വൈഡ് പവേഴ്സ് തന്നെ ആർ ബി ഐക്ക് 1949 ആക്ട് നൽകുന്നുണ്ട്. പ്രധാനമായിട്ട് ഓർക്കുക, നോട്ട് അപ്ലിക്കബിലിറ്റി, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളുണ്ട്, ബാങ്കുകളുണ്ട്. അത് ഒന്ന് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. മറ്റൊന്ന് നോൺ അഗ്രികൾച്ചറൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, കോപ്പറേറ്റീവ് ലാൻഡ്. ഈ 3 ഏരിയക്ക് നോട്ട് അപ്ലിക്കബിൾ ആണ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ അഗ്രികൾച്ചറൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ്. അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്, ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് 1949 ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഈ ആക്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ഐഡിയ കിട്ടും, എന്താണ് ഇതൊന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഇതിൻ്റെ ഈ ആക്ടിൻ്റെ പവർ കൊണ്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓരോ ഒബ്ജക്റ്റീവ്സ് നോക്കാം. The provision of Indian Companies Act
അതായത് ഒരു ഒബ്ജക്റ്റീവ് നിലവിലുള്ള കമ്പനി ആക്ട് ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ. കമ്പനി ആക്ടിൻ്റെ പ്രൊവിഷന് ഒരിക്കലും ഒരു ബാങ്കിങ് കമ്പനിക്ക് മാച്ച് ആവില്ല. അതുകൊണ്ട് ബാങ്കിങ് കമ്പനിക്ക് സെപ്പറേറ്റ് ലോ വേണം എന്നത് ഉദ്ദേശത്തിലാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. മാത്രമല്ല വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ ആക്ട് വന്ന സമയത്ത്, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ പറയുന്ന കാര്യമാണ്, സെഞ്ചുറിൻ്റെ ഫസ്റ്റ് സമയത്ത് ഒരുപാട് ബാങ്കുകൾ ഫെയിലായിരുന്നു. അപ്പോൾ അവർ ബേസിക്കായിട്ട് കീപ്പ് ചെയ്യേണ്ട പല ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ചെയ്യാത്തത് കൊണ്ടും ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ബാങ്കുകളൊക്കെ അങ്ങനെ ഫെയിലാവാനുള്ള കാരണം. അപ്പോൾ അതൊക്കെ തടയുക എന്ന ഉദ്ദേശവും ഈ ആക്ട് കൊണ്ടുണ്ടായിരുന്നു. മാത്രമല്ല ബാങ്കുകൾ തമ്മിൽ ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, അവർ തമ്മിൽ മത്സരിക്കാത്ത രീതിയിൽ മത്സരം വേണം എന്നുദ്ദേശിച്ചത്. ഇപ്പോൾ നിലവിൽ റൂറൽ ഏരിയക്ക് കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഒരു ബാലൻസിങ് ആയിട്ട് ബാങ്ക് സെക്ടർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ബാങ്കിങ് സംവിധാനത്തെ ഇന്ത്യയിൽ നിയന്ത്രണം വരുത്തേണ്ടതുണ്ട് എന്നൊരു ഉദ്ദേശവും ഈ ആക്ടിനുണ്ട്. മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതിലൊക്കെ ഇന്ന് മെഷേഴ്സ് ഉണ്ട്. അത് ബാലൻസ്ഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞാണ്, സിറ്റിയിലെ ബ്രാഞ്ച് ക്ലോസ് ചെയ്യാം, പക്ഷേ റൂറലിലെ ബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഈ ആക്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ RBIക്ക് അധികാരമുണ്ട് അപ്പോയിൻറ്റ് ചെയ്യാനും റീഅപ്പോയിൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും. ആരെല്ലാം? ചെയർമാൻ, ഡയറക്ടേഴ്സ്, ബാങ്കിൻ്റെ തലപ്പത്തുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാനും അവരെ നീക്കം ചെയ്യാനും വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഈ ആക്ട് നൽകുന്നുണ്ട്. വേറെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് പബ്ലിക്. ഇവരെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ആക്ട് കൊണ്ട് സാധിക്കുന്നുണ്ട്. ചില സമയത്ത് കമ്പൽസറി അമാൽഗമേഷൻ ഉണ്ടാവാറുണ്ട് വിക്കർ ബാങ്ക്സിന്, അല്ലെങ്കിൽ സീനിയർ ബാങ്ക്സൊക്കെ ടേക്ക് ഓവർ ചെയ്യാറുണ്ട്. ആ രീതിയിലൊക്കെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പവർ ഈ ആക്ട് കൊണ്ടുണ്ട്, അല്ലെങ്കിൽ ഈ ആക്ട് കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നെ ഫോറിൻ ബാങ്ക്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സാണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഉള്ളത്. ഒബ്ജക്റ്റീവ് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ നോക്കാം. അമെൻമെൻറ്റുകൾ എന്താ എന്നൊന്നും പറയുന്നില്ല, ഇയറുകൾ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത കാലത്ത് വരെ അമെൻമെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇയറുകൾ പ്രധാനമാണ്. അതായത് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏറ്റവും ആദ്യത്തെ ഒരു അമെൻമെൻറ്റ് വന്നത് 1956 56 അമെൻമെൻറ്റിലാണ്. അമെൻമെൻറ്റ് പ്രത്യേകത പറഞ്ഞാൽ ജമ്മു കാശ്മീരിനെ അപ്ലിക്കബിൾ ആക്കി എന്നുള്ളൂ. ഫസ്റ്റ് അമെൻമെൻറ്റ് 1956. പിന്നത്തെ അമെൻമെൻറ്റ് വരുന്നത് 1965 ആണ്. 1965 അമെൻമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ് 1966 അതെന്ത് ചെയ്ത് പേര് മാറ്റിയെന്ന്. അപ്പോൾ അതിന് വേണ്ടി വന്ന അമെൻമെൻറ്റ് 1965 ആ അമെൻമെൻറ്റ് എന്തിന് എന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി ഇത് ആഡ് ചെയ്യിക്കാനായിരുന്നു 1965 അമെൻമെൻറ്റ്. പിന്നീടുള്ള വരുന്ന അമെൻമെൻറ്റ് 1994 ആണ്. 94 ഒരു അമെൻമെൻറ്റ് വന്ന്, പിന്നെ 2004 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്. പിന്നെ 2007 ഏറ്റവും ലേറ്റസ്റ്റായി വന്ന് നിൽക്കുന്നത് അമെൻമെൻറ്റ് 2007. ഇത്രയും അമെൻമെൻറ്റിലൂടെയാണ് ഈ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇന്ന് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും അവസാന ഏരിയയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ? ആദ്യമേ ഓർക്കുക, 55 സെക്ഷൻസാണ് ടോട്ടലായിട്ട് 1949 ആക്ടിലുള്ളത്. 55 സെക്ഷൻ, ടോട്ടൽ 55 സെക്ഷൻ ഇൻ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമായ ഒരു 10 സെക്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കാറുന്നത്. വളരെ സ്ലോയിലായിട്ട് 2 പ്രാവശ്യം വായിച്ചിട്ട് ഓരോ സെക്ഷൻ ഞാൻ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് പോസ് അടിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റത്തെ സെക്ഷൻ 10BB. സെക്ഷൻ 10BB
Power of Reserve Bank to appoint chairman, managing director of a banking company. Power of Reserve Bank to appoint chairman or managing director of a company. Section 11. Requirement as to minimum paid up capital and reserves. Section 11. Requirement as to minimum paid up capital and reserves. Section 12. Regulation of paid up capital, subscribed capital and authorized capital and voting right of shareholders. Section 12. Regulation of paid up capital, subscribed capital and authorized capital and voting rights of shareholders. Section 21. Power of Reserve Bank to control advances by banking companies. Section 21. Power of Reserve Bank to control advances by banking companies. Section 21A. Rate of interest charged by banking companies. Section 21A. Rate of interest charged by banking companies. Section 22, subsection 1. Licensing of banking companies. Section 22, subsection 1. Licensing of banking companies. Section 23. Restriction on opening new and transfer of existing place of business. Section 23. Restrictions on opening of new and transfer of existing places of business. Section 29. Accounts and balance sheet. Section 29. Accounts and balance sheet. Section 36AE. Power of central government to acquire undertakings of banking companies in certain cases. Section 36AE. Power of central government to acquire undertakings of banking companies in certain cases. Section 44A. Procedure for amalgamation of banking companies. Section 44A. Procedure for amalgamation of banking companies. Section 47A. Power of Reserve Bank to impose penalty. Section 47A. Power of Reserve Bank to impose penalty. Section 49A. Restriction on acceptance of deposit withdrawal by check. Section 49A. Restriction on acceptance of deposit withdrawal by check. ഇത്രയാണ് പ്രധാനമായി വരുന്ന സെക്ഷനുകൾ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഇനി നമുക്ക് RBI ആക്ട് ഉണ്ട്, RRB ആക്ടുകളൊക്കെ ബാക്കിയുണ്ട്.